നമസ്കാരം. പാഥേയത്തിൻ്റെ പുതിയ ഒരു ചിന്തയിലേക്ക് നിങ്ങളെല്ലാവരും വീണ്ടും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശരിക്കും ഈ മാനവരാശിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസം കഴിയും തോറും രോഗാതുരരാകുന്നു എന്നുള്ളതല്ലാതെ മറ്റെന്ത് പ്രത്യേകതയാണ് ഈ കാലഘട്ടത്തിൽ പറയുവാനായിട്ടുള്ളത്? മനുഷ്യർ പലപ്പോഴും വളരെ ഹീനമായ പ്രവൃത്തികളിലൂടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ഇന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പർദീസായുടെ നന്മ തിരികെ കൊണ്ടുവരിക എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിന് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തുക, ആ ദിവ്യമായ ഔഷധം അത് കണ്ടെത്തുക, ഇത് വളരെ പ്രധാനമാണ്. എന്നാൽ ആ ദിവ്യമായ ഔഷധം മറ്റൊന്നുമല്ല, കരുണയാണ്. വാസ്തവത്തിൽ കരുണ കൊണ്ട് വീണ്ടെടുക്കാവുന്നതായ നന്മകളെ ഇന്നും മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ സ്നേഹത്തിന് പറയുന്ന ഒരു മറുവാക്ക് കരുണയാണ്. സ്നേഹം 1000 അടയാളങ്ങൾ കൊണ്ട് ഘോഷിക്കേണ്ടതായ ഒന്നാണെങ്കിൽ അതിലേറ്റവും പൂർണ്ണമായ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ അത് കരുണയാണ്. ദൈവം സമം സ്നേഹം എന്ന ഒരു സമവാക്യം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി കരുണയെയും നമുക്ക് കണ്ടെത്തേണ്ടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ദൈവം തനിക്ക് നൽകുന്നതായ ഒരു വിശേഷണം പോലും അങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-7 വാക്യത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് തന്നെ കാണുന്നതും അതൊക്കെ തന്നെ. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ ദൈവം, സ്നേഹത്തിലും വിശ്വസ്തതയിലുമൊക്കെ ഉദാരൻ ആയ ഒരു ദൈവം, തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ ക്ഷമിക്കുന്ന കരുണാസമ്പന്നൻ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അർഹിക്കുന്നതിൽ കൂടുതൽ നൽകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നൽകേണ്ടുന്ന ഒന്നാണ് കരുണ എന്നത് നാം തിരിച്ചറിയണം. അത് ഏതൊരു വ്യക്തിയെയും ക്രിസ്തുവിനോളം ഉയർത്തുന്ന ഒന്നാണ്. വിശക്കുന്നവരെ ഊട്ടുകയും നഗ്നരെ ഉടുപ്പിക്കുകയും ചെയ്യുന്നത് പോലെയുള്ള കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല കരുണ എന്നത്. അതിലേറെ ആഴമുള്ള വസ്തുതകളാണ് ക്രിസ്തു കരുണയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത്. കാരുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. ഉള്ളിലെ ഹീനമായ പ്രവൃത്തികളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാം. അനീതിയായി നേടിയ ധനം കൊണ്ട് ഒക്കെ നമുക്ക് ഈ കാരുണ്യപ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. എന്നാൽ മറ്റുള്ളവരോടുള്ള സമീപനങ്ങൾ, അതിൽ പുലർത്തേണ്ടുന്നതായ ഒരു കരുണ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്നതായ ഒരു സാമാന്യ നീതി പോരാ, മറിച്ച് ദൈവത്തിൻ്റെ നീതിയോളം വളരേണ്ടുന്നത് ആവശ്യമാണ്. ആ നീതിയാണ്, ദൈവിക നീതിയാണ് കരുണ എന്നുള്ളത്. പാപിക്കും വിശുദ്ധനും ഒരേ കൃപയിലെ പങ്ക് നൽകുന്നതായ ഒരു നീതി. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഭേദപ്പെട്ട മനുഷ്യരാകുന്നില്ല എന്ന് യേശുക്രിസ്തു തൻ്റെ നിലപാടുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പാപികൾ പോലും ചെയ്യുന്ന കാര്യമാണതെന്ന് പറഞ്ഞ് യേശുക്രിസ്തു അതിനെ അവഗണിക്കുന്നുണ്ട്. ശത്രുവിനെ സ്നേഹിക്കുവാനും നിന്ദിക്കുന്നവരെ വേണ്ടി പ്രാർത്ഥിക്കാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനുമൊക്കെ സാമാന്യ നീതി പോരാ. ഈ ഒരു തോത് വെച്ച് ഏതൊരാൾക്കും തൻ്റെ തന്നെ ഒരു ആന്തരിക നന്മ അളക്കാവുന്നതേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയണം. പകരത്തിന് പകരം എന്നുള്ളതായ ഒരു നീതിവാക്യമുണ്ടായിരുന്നു. അതിനെയാണ് യേശുക്രിസ്തു കരുണയുടെ വഴി കൊണ്ട് തിരുത്തുന്നത്. അത് അവൻ്റെ വാക്കുകളിലൂടെ നാം കാണുന്നുണ്ട്. അത് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഒന്നും ഇല്ലാതെയാക്കാനായിട്ടൊന്നുമല്ല, മറിച്ച് പൂർത്തിയാക്കുവാനായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഏതൊരു നിയമവും കരുണ കൊണ്ട് സ്നാനപ്പെടുത്തുമ്പോഴേ പൂർണ്ണമാകുകയുള്ളൂ എന്ന് അർത്ഥമുണ്ട്. അനുഷ്ഠിച്ച് നിയമത്തിൽ നിന്ന് കരുണ ചോർത്തിക്കളഞ്ഞു. ഇതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലെ മതജീവിതത്തിനുണ്ടായ ഏറ്റവും വലിയ പാളിച്ച. അതിനെതിരെയായിരുന്നു യേശുക്രിസ്തു നിരന്തരമായി കലഹിച്ചതും. എന്നിട്ടും ഇപ്പോൾ പോലും കാര്യങ്ങൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടത് നല്ലതാണ്. യേശുക്രിസ്തു പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചതായ കരുണ ഉള്ളു നിറയെ കൊണ്ടു നടന്ന ഒരാളിനെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ മനുഷ്യനെയും ആ മനുഷ്യൻ്റെ ജീവിതത്തെയും ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെയുമൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, യേശുവിൻ്റെ അപ്പനായ ജോസഫായിരുന്നു.
നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്ന, വിശുദ്ധ വേദപുസ്തകം നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നതായ ഒരു ചെറുപ്പക്കാരൻ. അവൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് യേശുക്രിസ്തുവിന് പിറക്കാനുള്ളതായ ഭാഗ്യം പോലും ലഭിക്കുന്നത്. ഇടം വലം നോക്കാതെ ജോസഫ് നിയമം പാലിച്ചിരുന്നുവെങ്കിൽ മറിയ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. അവളോടൊപ്പം അവൾ ഉദരത്തിൽ വഹിക്കുന്ന ആ കുഞ്ഞു. നിശ്ചയമായും ചില കാര്യങ്ങൾ നമ്മെ ആക്കണം. അതിലൊന്നാമത്തേത്, ദൈവം നമുക്ക് ഇളച്ച് തന്ന കടങ്ങൾ അത് ഓർമ്മിക്കുക എന്നുള്ളതാണ്. 10,000 താലന്ത് ഇളച്ച് കിട്ടിയ മനുഷ്യനെ പറ്റിയുള്ള ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. അത്രയും ഇല്ലാതെ ഇരുന്ന് അവൻ്റെ കടം പരിഹരിക്കാൻ അല്ലെങ്കിൽ സാധിക്കാതെ പോയ ആളിനെ കഴുത്ത് ഞെരിക്കാൻ മുതിരുന്നതായ വ്യക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ചെയ്തത് അങ്ങനെയല്ല. എത്രയോ അപരാധങ്ങൾ ദൈവം കനിവോടെ മറച്ചു പിടിച്ചത് കൊണ്ടുകൂടിയാണ് നമ്മളിങ്ങനെ ഈ ലോകത്തിൽ ഇപ്പോഴും ആയിരിക്കുന്നത്. അങ്ങനെ ഒരു കനിവ് മറ്റുള്ളവർക്ക് നൽകുവാൻ നമ്മയും കടപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ വാചകം ഇവിടെയാണ് അന്വർത്ഥമായി തീരുന്നത്. രണ്ടാമത്തേത്, മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. മനുഷ്യനെ അറിയുന്തോറും നമുക്ക് മനസ്സിലാകുന്നൊരു സത്യമാണ്, നമ്മൾ കണ്ടുമുട്ടുന്നതായ മനുഷ്യരൊക്കെ ആവശ്യത്തിലധികം മുറിവേറ്റവരാണ് എന്നത്. തീരെ നന്മയില്ലെന്ന് കരുതുന്നതായ ആളുകൾ പ്രത്യേകിച്ചു ഓരോരുത്തരെയും മനസ്സിലാക്കാനുള്ളൊരു പ്രകാശം ഉണ്ടാവുക എന്നതാണ് രണ്ടാമത് പ്രാധാന്യമേറിയതായ വസ്തുതകൾ. അതുകൊണ്ട് ഏറ്റവും അപകടത്തിൽ മുറിവേറ്റ മൃഗമാണ് മറ്റൊരാൾ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ആ മുറിവുകൾ കണ്ടെത്തുവാൻ സാധിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരാളിനോട് നമുക്ക് കഠിനമായൊക്കെ പെരുമാറാനായിട്ട് സാധിക്കുന്നത്? അറിവില്ലായ്മ കൊണ്ട് മനുഷ്യർ പലപ്പോഴും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഓർക്കുക. അതാണ് മൂന്നാമത്തേത്, മനുഷ്യൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നുള്ളത്. ഒരു കുഞ്ഞിൻ്റെ പാളിച്ചകൾ നമുക്ക് എളുപ്പം പൊറുക്കാൻ കഴിയുന്നത് കൊണ്ട് അങ്ങനെ ഒരു അനുഭവം മുതിർന്നവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേ പ്രകാശമല്ല ഈ ലോകത്തിൽ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അജ്ഞാതമായ എന്തുമാത്രം കാര്യങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത്. മനുഷ്യൻ്റെ അകവും പുറവും ഒരുപോലെ അറിയുന്നു എന്നതായിരിക്കണം അത് ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ ദൗർബല്യവും. ഈ 3 അവബോധങ്ങളുമുള്ള ഒരാൾ എങ്ങനെ ജീവിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോശ. തങ്ങളുടെ ദുശാഠ്യം കൊണ്ട് ദൈവത്തെപ്പോലും കുഴക്കിക്കളഞ്ഞതായ ഒരു ജനതതി, അവരെ എത്ര സഹിഷ്ണുതയോടെയാണ് മോശ നയിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ക്ഷമിച്ചും കരുണ കാണിച്ചുമൊക്കെ അവർക്കും ദൈവത്തിനുമിടയിൽ അവനിങ്ങനെ നിൽക്കുകയാണ്. 1ഉം 2ഉമായിരുന്നില്ല ആ ജനങ്ങൾ. പുരുഷന്മാർ തന്നെ 6 ലക്ഷം പേരുണ്ടായിരുന്നു എന്നാണ് കണക്ക് പറയുന്നത്. മോശയ്ക്കെതിരെ പോലും അവർ ഹൃദയം കഠിനമാക്കിയവരാണ്. അതൊന്നും ആ മനുഷ്യനെ ഒട്ടും ക്ഷുഭിതനാക്കുന്നില്ല. അവരുടെ ദുശാഠ്യവും ധിക്കാരവുമൊക്കെ കുഞ്ഞുങ്ങളുടെ വിവരക്കേട് പോലെ മോശ കരുതുകയാണ്. ആ ജനത്തിൻ്റെ ധിക്കാരം കണ്ട് ക്ഷമ കെട്ട് ശിക്ഷിക്കാൻ ഒരുങ്ങുന്ന ദൈവത്തിന് മുമ്പിൽ അതുകൊണ്ട് മോശ എപ്പോഴും തടസ്സം നിന്നിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ അടിക്കാൻ ഓങ്ങുന്ന അപ്പൻ്റെ മുമ്പിൽ അമ്മ തടസ്സം പിടിക്കുന്നത് പോലെ. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവത്തോട് ദൈവത്തിൻ്റെ ഉഗ്രകോപം വെടിയണമെന്ന് മോശ അപേക്ഷിക്കുന്നതായ ഒരു അനുഭവത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മുള്ളുപോലെയുള്ള അനുഭവങ്ങൾക്കും ആളുകളുടെയൊക്കെ പിന്നിൽ ദൈവം ഒളിഞ്ഞിരിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കണം. ആ ഓർമ്മകൾ മോശ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടന്നു കാണും. വീട്ടിലോ സമൂഹത്തിലോ എവിടെയോ ആകട്ടെ, മറ്റുള്ളൊരാളുടെ മേൽ ചില അധികാരങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതുന്നവർക്ക് മോശയോളം ഇന്ന് നല്ല മാതൃകയില്ല. ഒരാളെ അലിവോടെ കേൾക്കുന്നത് പോലും വലിയ കരുണ തന്നെയാണ്. എത്ര ചെറിയ കാര്യങ്ങളുടെ മുമ്പിലാണ് നമ്മളൊക്കെ കരുണയില്ലാതെ പോയവരാണെന്നും കരുണയില്ലാത്തവരാണെന്നും തെളിയിക്കപ്പെടുന്നത്. നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുടെ സങ്കടങ്ങളിൽ സാരമില്ല എന്നൊരു വാക്ക് പോലും അവരർഹിക്കുന്നില്ലെന്നുണ്ടോ? ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആ കൃപയുടെ വർഷം ദൈവം ചൊരിയുമെന്നതാണ് കരുണയുള്ളവർക്കുള്ള ഏറ്റവും വലിയ സുവിശേഷം. എത്ര ഇടറിപ്പോയാലും പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് അവർക്ക് ധൈര്യമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം അവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നു. അതുകൊണ്ടാണ്
കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് യേശു പറയുന്നത്. ഇച്ഛിക്കുന്നതായ നന്മ പ്രവർത്തിക്കാൻ കഴിയാത്ത ദുർഭകരായ നമുക്ക് ആ കരുണയല്ലാതെ എന്താണ് ഈ കാലഘട്ടത്തിൽ ആലംബമായിട്ടുള്ളത്? ആ കരുണ ലഭിക്കാൻ അർഹതയില്ലാത്തവരായി നമ്മൾ നമ്മെ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? അതെ, അങ്ങനെ ചില അപകടങ്ങളുണ്ടെന്ന് ക്രിസ്തു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ തെറ്റ് ക്ഷമിക്കപ്പെടുകയില്ല. അപ്പോൾ അതാണ് കാര്യം, ക്ഷമിക്കുക. യേശുവിൻ്റെ ഭാഷയിൽ 7 അല്ല 70 തവണ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയോളം വളരുക. മനുഷ്യൻ്റെ വളർച്ചയുടെ പൂർണ്ണത ഇതാണെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. ആ കരുണയുടെ ആഴം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എത്ര ധ്യാനിച്ചിട്ടും കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിന് എങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതെന്ന് നാം അത്ഭുതപ്പെടണം. ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ഇനിയും പഠിക്കാനായിട്ടുണ്ട്. അതിലെ ഒരു പാഠം ഈ കരുണയുടെ രഹസ്യം എന്താണെന്നുള്ളത്. അപ്പോൾ ആ കരുണയുടെ രഹസ്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മെ ദൈവമാക്കിയിരിക്കുന്ന സാഹചര്യങ്ങളും കരുണയുള്ളവരായും ആ കരുണയിലൂടെ ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയ്ക്ക് യോഗ്യരായി തീരുവാനും നമുക്ക് സാധ്യമായി തീരണം. രോഗാതുരമായ ഒരു സമൂഹത്തെ സൗഖ്യമുള്ള സമൂഹമാക്കി മാറ്റുവാൻ, ദൈവരാജ്യത്തിൻ്റെ ചെറിയ പതിപ്പുകളായി തീർക്കുവാൻ ഈ പ്രപഞ്ചത്തെ ചുറ്റുപാടിന് ഇടയായിത്തീരണം. അതുകൊണ്ട് കരുണയുള്ളവരായിത്തീരും. കരുണയുടെ ഭാവം നമ്മളിൽ വിളങ്ങി ശോഭിക്കട്ടെ. നമസ്കാരം.